നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലോകസഭാംഗമായി ദൈവനാമത്തിൽ മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി പുത്തൂർ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച യോഗാ ദിനാചരണം ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് കൈനൂർ വാർഡ് സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു ഉദ്ഘാടനം ചെയ്തു. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS സ്നേഹാദരവ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ കവിത A ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലോകസഭാംഗമായി ദൈവനാമത്തിൽ മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വേദിയിലേക്ക് സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയത്. അടുത്തു വരാനിരിക്കുന്ന ചിത്രത്തിലെ കഥാപാത്രത്തിനായി തയ്യാറെടുത്ത ലുക്കിലാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയ്ക്കെത്തിയത്. സംസ്ഥാനത്ത് നിന്നുള്ള BJPയുടെ ആദ്യ ലോകസഭാംഗമായ സുരേഷ് ഗോപി 2024 തിരഞ്ഞെടുപ്പിൽ CPIയിലെ മുൻ മന്ത്രി VS സുനിൽകുമാറിനെ 74,686 വോട്ടിനാണ് തൃശൂരിൽ പരാജയപ്പെടുത്തിയത്. സംസ്ഥാനത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്നാമതായ ഏക മണ്ഡലമാണ് തൃശൂർ. BJPയുടെ കേരളത്തിൽ നിന്നുള്ള ഏക ലോകസഭ MP-ആയ സുരേഷ് ഗോപി മോദി സർക്കാരിൽ പെട്രോളിയം, പ്രകൃതിവാതക, ടൂറിസം വകുപ്പ് സഹമന്ത്രിയാണ്. കൃഷ്ണ ഗുരുവായൂരപ്പ. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി പുത്തൂർ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച യോഗാ ദിനാചരണം ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യോഗ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റാൻ സാധിച്ചാൽ അത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യുമെന്നും ഏതു പ്രായക്കാർക്കും യോഗ അഭ്യസിക്കാമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KR രവി പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PS ബാബു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PS സജിത്, നളിനി വിശ്വംഭരൻ, ലിബി വർഗീസ്, ഡോക്ടർ നിതിൻ പോൾ, ഡോക്ടർ റോസ്ലിൻ, ഫെൽബി ബിജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യോഗ ട്രെയിനർ വിജയ PGയുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനവും സ്കൂൾ വിദ്യാർത്ഥികളുടെ യോഗ പ്രകടനവും ഉണ്ടായിരുന്നു. യോഗ വേണ്ടത്ര പ്രചാരം നമ്മുടെ നാട്ടിൽ നേടിയെടുത്തു എന്ന് ഇപ്പോഴും നമുക്ക് അവകാശപ്പെടാൻ കഴിയും. യോഗയുടെ നേട്ടം എന്തൊക്കെ എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾ ഉള്ളതിൽ ആയുർദൈർഘ്യത്തിൽ ഇപ്പോഴും മുൻപന്തിയിലാണ് കേരളം എന്ന് നാം അവകാശപ്പെടുമ്പോൾ കേരളത്തിലാണ് മനുഷ്യരെ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ അതിനേക്കാൾ ഉപരിയായി എല്ലാവർക്കും വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യർക്കും യോഗയിൽ പങ്കെടുക്കാൻ കഴിയും. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുക, നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് പലതരത്തിലുള്ള രോഗ പീഡകളെയും അതിജീവിക്കാൻ യോഗ പരിശീലനത്തിലൂടെ കഴിയുമെന്ന് വൈദ്യശാസ്ത്രം ആധുനിക ശാസ്ത്രവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും വേണ്ടത്ര ഗൗരവത്തിൽ നമുക്കിതിനെ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല.
യോഗ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാതെ, ഏതെങ്കിലും ഒരു സെന്ററിൽ പോയി പഠിക്കാതെ, പ്രാഥമികമായി 1-2 ക്ലാസ്സുകൾ ലഭ്യമായി കഴിഞ്ഞാൽ കിടപ്പ് രോഗികൾക്കുൾപ്പെടെ അവരുടെ ശാരീരിക ക്ഷമതക്കനുസരിച്ചുള്ള യോഗ മുറകൾ അഭ്യസിക്കാൻ, അതിലൂടെ അവരുടെ ആയുഷ് വർദ്ധിപ്പിക്കാനും അവരുടെ ശരീരത്തെ സംരക്ഷിച്ചു നിർത്താനും കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. പുത്തൂർ പഞ്ചായത്ത് കൈനൂർ വാർഡ് സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു ഉദ്ഘാടനം ചെയ്തു. കൈനൂർ NSS ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വാർഡ് മെമ്പർ PB സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് പരിധിയിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. EN അനിൽകുമാർ, TC നാരായണൻ മാസ്റ്റർ, മിഥുൻ കൃഷ്ണൻ, KM മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. അനുമോദന ചടങ്ങ് നടത്തുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, ഒരു കുട്ടിയെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ അംഗീകാരമാണ്. ഇന്നലെ വരെ പഠിച്ച് മിടുക്കരായി ആ മിടുക്ക് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ സ്വന്തമാണ്. ആ കുട്ടിയെ പഠിപ്പിച്ച അധ്യാപകരുടെ സ്വന്തമാണ്. ആ കുട്ടിയെ വളർത്തി വലുതാക്കിയ വീട്ടുകാരുടെ സ്വന്തമാണ്. ഇന്നു മുതൽ അത് നാടിൻ്റെ സ്വന്തമാണ്. നാട് നിങ്ങളെ ആദരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതാർക്കും പങ്കുവെച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഇത്തരം മീറ്റിങ്ങുകളിലെല്ലാം പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് അധികമായി ഭൂമി ഉണ്ടായാൽ നമ്മുടെ കൂടെയുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം. ഇവ പണം വന്നു ചേർന്നാൽ അധികമായിട്ട് അത് കൊടുക്കണം. സ്വർണം വന്നു ചേർന്നാൽ അത് കൊടുക്കണം. പക്ഷെ ഒന്ന് മാത്രം കൊടുക്കണം, അതാണ് വിദ്യാഭ്യാസം. അത് നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെയാണ്. TC നാരായണൻ മാഷ എന്നാണ് വിളിക്കുന്നത്. മാഷ ആർജിച്ച വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി അവസാനം വരെയും അല്ലെങ്കിൽ അതിനുശേഷവും TC നാരായണൻ മാഷ് തന്നെയാണ്. അത് അദ്ദേഹം ആർജിച്ച വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഒരു വിദ്യാഭ്യാസം നേടിയ ഒരാളെന്ന് പറയുന്നത് അറിവിന്റെ കാര്യത്തിൽ വലിയ സമ്പന്നനായി. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS സ്നേഹാദരവ് CDS ചെയർപേഴ്സൺ സതി അജയന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിര മോഹൻ രക്ഷാധികാരി ആയിക്കൊണ്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ കവിത A യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വയോജന കോർപ്പസ് ഫണ്ട്, JNG സബ്സിഡി എന്നിങ്ങനെയുള്ള ഫണ്ടുകളുടെ വിതരണവും കൂടാതെ കുടുംബശ്രീ കലോത്സവം അരങ്ങ് 2024 പങ്കെടുത്ത് വിജയിച്ച കലാപ്രതിഭകൾക്കും ബാക്ക് ടു സ്കൂൾ, ജീവൻ ദീപം, പാർലമെന്റ്, രചന എക്സെട്ര വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കുടുംബശ്രീ അംഗങ്ങളെയും മിഷൻ സ്റ്റാഫിനെയും ആദരിച്ചു. പ്രസ്തുത യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ KP പ്രശാന്ത്, പുഷ്പ ചന്ദ്രൻ, വാർഡ് മെമ്പർമാർ, CDS, ADS, വയോജന അയൽക്കൂട്ടങ്ങൾ, JLG ഗ്രൂപ്പുകൾ, അയൽക്കൂട്ട അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രസംഗത്തിലും ഇവിടെ വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചു. കുടുംബശ്രീ എന്ന് പറയുന്ന പ്രസ്ഥാനം 26 വർഷം പിന്നിടുകയാണ്. 26 വർഷം പിന്നിടുന്ന കുടുംബശ്രീയിൽ സ്ത്രീകൾ കൈവയ്ക്കാത്ത മേഖലകളൊന്നുമില്ല എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ മുദ്രാവാക്യമൊക്കെ സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്കും എന്ന മുദ്രാവാക്യത്തോടു കൂടി തുടങ്ങി പഴയ കാലത്ത് വനിതാ സ്വാശ്രയ സംഘങ്ങളായി രൂപീകരിച്ച് പിന്നീട് അത് കുടുംബശ്രീയായി അംഗീകരിച്ച് 26 വർഷം പിന്നിടുക. ഒരു വീട്ടിൽ 60 വയസ്സിന് മുകളിലുള്ള ഒരു വയോജനം ഉണ്ടെങ്കിൽ, ഒരു പുരുഷൻ ഉണ്ടെങ്കിൽ അവർ വയോജന കമ്മിറ്റിയിൽ അംഗമാകും. അതുപോലെ തന്നെ അവിടെ സ്ത്രീ ഉണ്ടെങ്കിൽ അവര് കുടുംബശ്രീ അംഗമാകുന്നു. 18 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികളുള്ള വീടുകളാണെങ്കിൽ, ഈ പ്രായത്തിലുള്ള സ്ത്രീകൾ കുടുംബശ്രീയിൽ അംഗമല്ലാത്തവരാണെങ്കിൽ അവർ ഓക്സിലറി ഗ്രൂപ്പുകളിൽ അംഗമാകുന്നു.
വിക്ടറി ITIയിൽ 8 വ്യത്യസ്ത ട്രേഡുകളിലേക്കായി 40ഓളം കമ്പനികളെ കോർത്തിണക്കിക്കൊണ്ട് ക്യാമ്പസ് ഹണ്ട് 2024 വിക്ടറിയിലെ എല്ലാ അനക്സുകളിലെയും ഉള്ള വിദ്യാർത്ഥിനികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ ഭാഗമായി നടത്തുന്ന ക്യാമ്പസ് ഹണ്ട് 2024 ഉദ്ഘാടനം പ്രതിനിധിയായ സിജോ പുളിക്കൽ നിർവഹിച്ചു. 24-ാം തീയതി മുതൽ 29-ാം തീയതി വരെ നടത്തപ്പെടുന്ന ഈ ക്യാമ്പസ് ഹണ്ടിൽ 40ഓളം കമ്പനികൾ നേരിട്ടെത്തി പ്ലേസ്മെന്റ് നൽകുന്നതാണ്. വിക്ടറി ITI ഒല്ലൂക്കര, കീരംകുളങ്ങര, തൃശൂർ, ഇരിഞ്ഞാലക്കുട, എടപ്പാൾ എന്നിവിടങ്ങളിലെ എല്ലാ അനക്സുകളിലും ഈ ക്യാമ്പസ് ഹണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ MMV വിദ്യാർത്ഥികൾ പ്രൊജക്ടിന്റെ ഭാഗമായി രൂപീകരിച്ച ഡെമോൺസ്ട്രേഷൻ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഉദ്ഘാടനവും MMV സീനിയർ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ ഉദ്ഘാടനവും നടത്തപ്പെട്ടു. ചടങ്ങിൽ കൈരളി ഫോർഡ് HR മാനേജർ, ഡെപ്യൂട്ടി മാനേജർ എന്നിവരും പൈൻ ഫ്രീസേഴ്സ് ഡയറക്ടർ വിജിലാൽ തുടങ്ങിയവരും പങ്കെടുത്തു. ഈ ക്യാമ്പസിൽ വരാൻ തുടങ്ങിയതാണ്, പഠിക്കാനല്ല, നിങ്ങളെപ്പോലെയുള്ള കുട്ടികളെ കാണാനും എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. പ്രശാന്ത് സാർ പറഞ്ഞ പോലെ തന്നെ എപ്സൺ എന്ന് പറഞ്ഞൊരു കമ്പനീനെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചത് ഞാൻ തന്നെയാണ്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ എല്ലാ ജില്ലകളിലും പോകാറുണ്ട്, കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോകാറുണ്ട്, ഇതുപോലെയുള്ള എല്ലാ ഫ്രാഞ്ചൈസികളിലും പോകാറുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കവർ ചെയ്യാറുണ്ട്. എനിക്കിവിടെ അട്രാക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്നാൽ നിങ്ങളുടെ ഡിസിപ്ലിൻ ഏറ്റവും കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വന്നാലും ഞാനിത് കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യം വന്നപ്പോൾ ഇവിടെയുള്ള ടീച്ചേഴ്സിനോട് പറയാറുണ്ട്, നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന രീതി, നിങ്ങളുടെ ഡിസിപ്ലിൻ, അതേപോലെ തന്നെ ഇവിടെ മാനേജ്മെൻറ്റ് പറയുന്ന പോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന രീതികൾ അല്ലെങ്കിൽ ഇവിടെ ഡീൽ ചെയ്യുന്ന രീതി, അതാണ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. ജപ്പാൻ പോലെയുള്ള ഒരു കമ്പനിയുടെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചതും അവർ ഇഷ്ടപ്പെട്ടതും എഗ്രിമെൻ്റ് സൈൻ ചെയ്തു. അപ്പോൾ ഒരു നല്ലൊരു കയ്യടി മാനേജ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ കൊടുക്കണം. കാരണം കയ്യടിക്കില്ല. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലെ ജീവനക്കാരും ഉടമകളും പ്രക്ഷോഭത്തിലേക്ക്. കേരള സർക്കാർ നയങ്ങൾ മേഖലയെ തകർക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രക്ഷോഭം. സംസ്ഥാന സർക്കാർ നയങ്ങൾ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയെ തകർക്കുന്നു. 3 ലക്ഷത്തിലധികം ആളുകൾക്ക് ആശ്രയമായ മേഖലയെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും നിയമസഭയിൽ അവതരിപ്പിച്ച ബില്ല് തള്ളിയ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ജൂൺ 28-ന് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരം സംഘടിപ്പിക്കുമെന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഭാരവാഹികൾ അറിയിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് റാഫി, ജില്ലാ സെക്രട്ടറി ഷിജോൺ, ട്രഷറർ TG ജയേഷ്, മറ്റു ഭാരവാഹികളായ ഷാജി, ബാബു തുടങ്ങിയവരാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇനിയൊരു ഇടവേള. സ്കൂൾ ആൻഡ് ഫാൻസി ഐറ്റംസിന്റെ വലിയ ലോകം SR കളക്ഷൻസ് പുത്തൂർ. ബാഗുകൾ, നോട്ട് ബുക്കുകൾ തുടങ്ങി എല്ലാ സ്കൂൾ ഐറ്റംസിനുമൊപ്പം ഫാൻസി ആഭരണങ്ങൾ, ഇമിറ്റേഷൻ ആഭരണങ്ങൾ, ലേഡീസ് ബാഗുകൾ, ഗിഫ്റ്റ് ആൻഡ് സ്പോർട്സ് ഐറ്റംസ്, ജെന്റ്സ് ആൻഡ് ലേഡീസ് ഫുഡ് വെയറുകൾ, ബർത്ത്ഡേ ഐറ്റംസ് തുടങ്ങിയവയുടെ വലിയ സെലക്ഷനുമായി SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. ന്യൂ ബോൺ ബേബി വെയേഴ്സ്, കുട്ടികൾക്കായുള്ള ടോയ്സ്, സൈക്കിളുകൾ തുടങ്ങിയവയ്ക്കൊപ്പം സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കിച്ചൺ ഐറ്റംസ്, കസേരകൾ തുടങ്ങിയവയുമായി SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം.
എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ട് ഒന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ശ്രീ KM മത്തായിക്ക് ഈ വർഷത്തെ മെൻസ് അസോസിയേഷൻ കേന്ദ്ര സമിതിയുടെ ശ്രേഷ്ഠ കർഷകൻ 2024 അവാർഡ് ഇന്ന് മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപൊലിത്ത സമർപ്പിച്ചു. നെൽകൃഷിക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ശ്രീ മത്തായി ചെറുപ്പകാലം മുതലേ കൃഷിയിൽ വ്യാപൃതനായിരുന്നു. നെൽകൃഷി പരിപാലനത്തിനായി അക്ഷീണം അധ്വാനിച്ച ശ്രീ മത്തായിക്ക് സർക്കാർ തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അവാർഡ് സമർപ്പണ ചടങ്ങിൽ മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് റവറൻ ഫാദർ ജോസ് വേങ്ങാശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഡെന്നി താലോക്കാരൻ, ജനറൽ സെക്രട്ടറി അബി ജെ പൊന്മണിശ്ശേരി, MR തിമത്തി, ജേക്കബ് ബേബി, ചാൾസ് ചിറ്റിലിപ്പിള്ളി, KM മത്തായി തുടങ്ങിയവർ പ്രസംഗിച്ചു. ദേവസ്വം ബോർഡിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന ക്ഷേത്രം വക തരിശുഭൂമി ചെടികൾ നട്ട് ഹരിതാഭമാക്കുന്ന ഹരിത കേരളം മിഷന്റെ പദ്ധതിയായ ദേവഹരിതം പച്ചത്തുരുത്തിന് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പറമ്പൻതളി മഹാദേവക്ഷേത്രത്തിൽ തുടക്കമായി. 20 സെന്റ് സ്ഥലത്ത് ഹരിത കേരളം മിഷൻ ഔഷധ സസ്യ ബോർഡിൽ നിന്നും ലഭ്യമാക്കിയ തൈകൾ നട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ശ്രീദേവി ടീച്ചർ സ്വാഗതം പറഞ്ഞു. നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ C ദിദിക പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേത്രം മാനേജർ MV രത്നാകരൻ, ഹരിത കേരളം മിഷൻ RP ഭവ്യ, വാർഡ് മെമ്പർമാർ, ക്ഷേത്രം ഭാരവാഹികൾ, തദ്ദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുത്തൻകാട് മുത്താരക്കുന്ന് ശ്രീ മുത്താർ ഭഗവതി ക്ഷേത്രത്തിലെ കുടുംബസംഗമവും വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ക്ഷേത്രമൂട്ടുപുരയിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ക്ഷേത്ര ഉപദേശക സമിതി അംഗവും കേരള പഴനി ക്ഷേത്രം മേൽശാന്തിയുമായ സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് സിനീഷ് പുല്ലാനിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ഉപഹാരം നൽകി ആദരിച്ചു. കൂടാതെ 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ക്ഷേത്രം രക്ഷാധികാരി BG ബാലൻ, സെക്രട്ടറി കൃഷ്ണകുമാർ കോപ്പയിൽ, ട്രഷറർ നിതിൻ വെളിയത്തുപറമ്പിൽ, ഷിബു പാർശ്ശേരി, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ ഈ കുടുംബ കൂട്ടായ്മ ക്ഷേത്രത്തിന്റെ കീഴിൽ സംഘടിപ്പിച്ചു. അതിന്റെ ഫലങ്ങൾ
എന്തൊക്കെ ആയിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. നമ്മൾ എല്ലാവരെയും സ്വാഗതം ചെയ്തു. കണക്ക് അവതരണം ഉണ്ടായി. ഇനി കുറച്ചു നേരം എന്തെങ്കിലും നിങ്ങളോട് സംസാരിച്ച് നമ്മുടെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. അപ്പൊ ഈ കുടുംബ കൂട്ടായ്മയിൽ ഏകദേശം 200ഓളം കുടുംബങ്ങളുള്ള ഈ ഗ്രാമത്തിന്റെ കൂട്ടായ്മയിൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അങ്ങനെയുള്ള 200ഓളം ഇമ്പമുള്ള കണികകൾ ഒത്തുചേരുമ്പോൾ ഒരു വലിയൊരു ഇമ്പം, ഭൂകമ്പല്ല, ഇമ്പം, സന്തോഷം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജൂൺ 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഡൽഹിയിൽ തുടക്കം കുറിച്ച പരിപാടിയാണ് അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പദ്ധതി. രാജ്യവ്യാപകമായി ജൂൺ 23 മുതൽ ജൂലൈ 6 വരെയാണ് പരിപാടി നടത്തുന്നത്. സ്വർഗീയ ശ്യാമപ്രസാദ് മുഖർജിയുടെ സ്മൃതി ദിനത്തോടനുബന്ധിച്ച് ഇതേ കാലയളവിൽ ശ്യാം ബാബു പാക്ഷികവും പാർട്ടി ആചരിക്കുന്നുണ്ട്. അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പദ്ധതിയിൽ കേരളത്തിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും പങ്കാളികളാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ കർഷക മോർച്ച തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് നടുവില വളപ്പിൽ നിർവഹിച്ചു. ഒല്ലൂർ മണ്ഡലം ഭാരവാഹികളായ സുശാന്ത് ബിനോയ്, ആശ പ്രജീവൻ, രേഖ, സന്തോഷ്, സുഭാഷ്, അശ്വിൻ, പി മണ്ഡലം പ്രസിഡന്റ് പ്രീനീഷ്, ജയൻ പുൽശ്ശേരി, അഞ്ജലി, സുബി ഇന്ദ്രവർജ, ധ്വനി ഉത്തമൻ, അരുൺ ദിവാകരൻ, സുജാത തുടങ്ങിയവർ നേതൃത്വം നൽകി. CPIM മാടക്കത്ര വെസ്റ്റ് ബ്രാഞ്ച്, DYFI മാടക്കത്ര വെസ്റ്റ് യൂണിറ്റ് സംയുക്തമായി സംഘടിപ്പിച്ച SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും DYFI മണ്ണുത്തി ബ്ലോക്ക് പ്രസിഡന്റ് നിബിൻ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KP പ്രശാന്ത്, DYFI മാടക്കത്ര മേഖലാ സെക്രട്ടറി സേതു, സുരേഷ് പുളിക്കൽ തുടങ്ങിയവർ അഭിവാദ്യം ചെയ്തു. CPIM ബ്രാഞ്ച് സെക്രട്ടറി മിനി സുരേഷ് അധ്യക്ഷത വഹിച്ചു. അക്ഷയ് ശങ്കർ സ്വാഗതവും KS ശശീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിന ഘോഷയാത്രയും മഹാസമ്മേളനവും നടത്തുവാൻ തീരുമാനിച്ചു. SNDP യോഗം മണ്ണുത്തി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ദിനാഘോഷം വിപുലമായ രീതിയിൽ നടത്തുവാൻ തീരുമാനിച്ചു. രാവിലെ ശാഖ അതിർത്തികളിലും ഉച്ചതിരിഞ്ഞ് മണ്ണുത്തിയിൽ ഘോഷയാത്രയോടെയും ഘോഷയാത്രയ്ക്ക് ശേഷം പ്രമുഖ വ്യക്തികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാസമ്മേളനവും നടത്തും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി യൂണിയൻ കമ്മിറ്റി അംഗങ്ങളെയും ശാഖാ പ്രസിഡന്റ്, സെക്രട്ടറിമാരെയും വളണ്ടിയേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 101 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. കന്നി 5 ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനം ശാഖയിൽ ആചരിക്കുവാനും തീരുമാനിച്ചു. SNDP യോഗം മണ്ണുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ശാഖാ പ്രസിഡന്റ്, സെക്രട്ടറിമാരുടെ നേതൃയോഗത്തിലാണ് തീരുമാനം. പ്രസ്തുത നേതൃയോഗത്തിന്റെ ഉദ്ഘാടനം യൂണിയൻ സെക്രട്ടറി ഭൃഗുണൻ മനക്കിലാത്ത് നിർവഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് EK സുധാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ SNDP യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ ചിന്തു ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. യൂണിയൻ കൌൺസിലറായ ജനാർദ്ദനൻ പുളിക്കുഴി, പെൻഷനേഴ്സ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് MN ശശീന്ദ്രൻ, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് വിനൂപ് KS, സെക്രട്ടറി ജിതിൻ PR തുടങ്ങിയവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. പ്രസ്തുത യോഗത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ പൊന്നൂക്കര നന്ദിയും രേഖപ്പെടുത്തി. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി.
നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. വീണ്ടും വാർത്തയിലേക്ക്. പത്മശ്രീ പി ചിത്ര നമ്പൂതിരിപ്പാടിന്റെ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാന യോഗവും ജൂൺ 27 വ്യാഴാഴ്ച തൃശൂരിൽ സംഘടിപ്പിക്കും. പത്മശ്രീ പി ചിത്ര നമ്പൂതിരിപ്പാടിന്റെ 1ാം ചരമവാർഷിക ദിനമായ ജൂൺ 27 വ്യാഴാഴ്ചയാണ് ഭാരതീയ വിദ്യാഭവൻ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിക്കുക. പ്രഥമ പി ചിത്ര നമ്പൂതിരിപ്പാട് സ്മാരക പുരസ്കാരം പ്രമുഖ സാഹിത്യകാരൻ ശ്രീ രാധാകൃഷ്ണനെ പത്മശ്രീ കലാമണ്ഡലം ഗോപി സമർപ്പിക്കും. വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലും പുരസ്കാര സമർപ്പണ യോഗത്തിലും നിരവധി പ്രമുഖർ പങ്കെടുക്കും. സമിതി ഭാരവാഹികളായ ഡോക്ടർ MR സുരേന്ദ്രൻ, N വേണുഗോപാൽ, അടാട്ട് വാസുദേവൻ, അഡ്വക്കേറ്റ് E രാജൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗവൺമെന്റ് ITI ചാലക്കുടിയിൽ വെൽഡർ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ തസ്തികയിൽ നിയമനം നടത്തുന്നു. PSCയുടെ റൊട്ടേഷൻ ചാർട്ട് പ്രകാരം LCAI വിഭാഗത്തിൽ നിന്നായിരിക്കും നിയമനം. യോഗ്യത അംഗീകൃത എഞ്ചിനീയറിംഗ് കോളേജ് സർവകലാശാലയിൽ നിന്നും മെക്കാനിക്കൽ, മെറ്റലർജി, പ്രൊട്ടക്ഷൻ എഞ്ചിനീയറിംഗ്, മെക്കാട്രോണിക്സ് ബിരുദവും 1 വർഷം പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ അംഗീകൃത സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും 2 വർഷം പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ വെൽഡർ ട്രേഡിൽ NTC, NEC പാസ്സായവരും 3 വർഷം ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തന പരിചയവും. വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂൺ 28 രാവിലെ 10:30 ITI നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ 04872701 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന റോഡിൽ വൻമരം ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീണ് ഡ്രൈവർക്കും ഒരു യാത്രക്കാരനും നിസ്സാര പരിക്കേറ്റു. തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി മരം മുറിച്ചുമാറ്റി റോഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലോക്സഭാംഗമായി ദൈവനാമത്തിൽ മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി പുത്തൂർ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച യോഗാ ദിനാചരണം ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് കയനൂർ വാർഡ് സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു ഉദ്ഘാടനം ചെയ്തു. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS സ്നേഹാദരവ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ കവിത A ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.